വണ്ടി കൊണ്ടുവന്ന് സർവീസിന് കൊടുത്തു. സർവീസിന് കൊടുത്തതും മഴയും അങ്ങോട്ട് തുടങ്ങി കേട്ടോ. അതിപ്പം കാറായാലും അതെ, സ്കൂട്ടറായാലും അതെ, സർവീസിന് കൊടുത്താൽ അപ്പോൾ തുടങ്ങും മഴ. അല്ലെങ്കിൽ സർവീസ് ചെയ്ത് വീട്ടിൽ കൊണ്ട് ഇടുന്ന വഴിക്കായിരിക്കും മഴ. ഫുൾ ചെളിയൊക്കെ ആകെ നാശക്കോട്ടയാവും കേട്ടോ. നമ്മുടെ ബുള്ളറ്റാട്ടോ സർവീസ് ചെയ്യാൻ കൊടുത്തത്. ഇന്നലെ കൊടുത്തതാണ്, മഴ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ദേ ഇന്ന് രാവിലെ പോവാണ്. ഇന്ന് നല്ല മഴക്കാറുണ്ട്. വീടെത്തുന്നത് വരെയെങ്കിലും ആ വണ്ടി നല്ലതായിട്ടിരുന്നാൽ മതി എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തും മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ ട്രിവാൻഡ്രത്ത് മഴയില്ല, ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ മഴ പെയ്യില്ല, ചിലപ്പോൾ ഭയങ്കര വെയിലായിട്ടിരിക്കും, ചിലപ്പോൾ ഇതുപോലെ മഴക്കാർ മൂടി നിൽക്കും, മഴ പെയ്യത്തില്ല, ഇടി കാണും, കാറ്റ് കാണും, മഴ കാണില്ല. അങ്ങനെ പല രീതിയിലാണ് ഇപ്പോഴിവിടുത്തെ കേരളത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ പോട്ടെ. കഞ്ഞിയും പയറും ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? ഇവിടെ എനിക്കിഷ്ടമല്ല, വേദയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ ഏട്ടന് കഞ്ഞിയും പയറും എന്ന് പറഞ്ഞാൽ ജീവനാട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ കഞ്ഞിയും പയറും ഇട്ട് അങ്ങ് ഏട്ടനെ സന്തോഷിപ്പിക്കും. വേറെ കറികളൊന്നും വേണ്ട, വെറുതെ റൈസ് കുക്കറിൽ കുറച്ച് ചോറ് അരിയിടുക, കുറച്ച് പയറിടുക, അതിൽ കുറച്ച് കൊച്ചുള്ളി ഇടുക, കുറച്ച് പച്ചമുളക് ഇടുക, കുറച്ച് തേങ്ങ കൂടി അരച്ച് ചേർത്താൽ കഞ്ഞിയും പയറും റെഡി, കറിയും റെഡി. കറി വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാം റെഡി. എനിക്ക് എന്ത് ജോലി എളുപ്പമാണെന്നറിയോ? അങ്ങനെ ഇന്ന് ജോലി എളുപ്പത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ജോലി എളുപ്പമൊന്നും പറയണ്ട കേട്ടോ. വീട്ടിൽ വേറെ ഒരുപാട് ജോലികളുണ്ടായിരുന്നു, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് വെള്ളരിക്കയും ക്യാരറ്റും മുട്ടയും ഗ്രീക്ക് യോഗേർട്ടാണ്. ഇത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമൊന്നുമല്ല. പിന്നെ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം തീറ്റിപ്പിക്കുന്നത് ഗൈസ്. അടുത്തൊരു കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഞാൻ ഏട്ടനോട് വഴക്ക് കൂടിയിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് കേട്ടോ. എങ്കിലും കുഴപ്പമില്ലല്ലേ, കല്യാണത്തിനൊക്കെ ഇട്ടുകൊണ്ട് പോകാം. നമ്മുടെ വസ്ത്രയുടെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇത്. ഒക്കെ കൂടി എന്തിനാന്ന് വെച്ചാൽ വസ്ത്രം എന്നൊരു സാരി ഉടുക്കാനെടുത്തപ്പോൾ എന്നെ ദേഷ്യം പിടിപ്പിച്ച് അവിടെ വെച്ച കേട്ടോ. നീ സാരി ഉടുക്കുന്ന ആളല്ലല്ലോ, പിന്നെ എന്തിനാ അതിൽ നിന്ന് എടുത്ത് ചീത്തയാക്കുന്നത്, അവിടെ കൊണ്ട് വയ്ക്കേ എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. ആ ദേഷ്യത്തിലാട്ടോ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നത്. എന്നിട്ട് കുറച്ച് പിച്ചി പൂവെല്ലാം പറിച്ച് പാത്രത്തിൽ വയ്ക്കുകയാണ്. വീടാകെ മണക്കട്ടെ എന്ന് കരുതി. ഇത് വിരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ എന്ത് മണം എന്നറിയോ, വീട്ടിൽ നല്ല പിച്ചിപ്പൂവിൻ്റെ മണമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതാണ് ഒരു ശീലം കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ അവിടെ പോയി, കല്യാണത്തിന് പോയി. എൻ്റെ വായിൽ വന്നത് വേദയുടെ ഡാൻസ് ക്ലാസ്സിന് പോയി എന്നാണ് കേട്ടോ. പെട്ടെന്ന് എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, അതുകൊണ്ടാവാം. കല്യാണത്തിന് പോയി അവിടെ ചെന്ന് ഏട്ടൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അവരെയൊക്കെ ഇതുപോലെ ഒന്ന് ഒപ്പിയെടുത്ത്, അവരുടെ സന്തോഷമെല്ലാം ഒന്ന് ഒപ്പിയെടുത്തവരെല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അങ്ങനെ സന്തോഷമൊക്കെ ഒപ്പിയെടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു.